സ്ഫടികത്തില് ഇങ്ങനെ മുണ്ടൂരിട്ടൊക്കെ അടിക്കുന്ന സീക്വൻസ് ഒക്കെ കണ്ടിട്ട് സോ ആക്ഷൻ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് കരയും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. ലാൽ സാറിന് ഏറ്റവും സേഫായിട്ട് ഏറ്റവും ലാൽ സാറിന്റെ ഒരു മാസ് മാജിക് സിനിമ ചെയ്യാമായിരുന്നു. പക്ഷെ പുള്ളി ചൂസ് ചെയ്ത സബ്ജക്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് അത്ര ബുദ്ധിയില്ല. ബേസിക്കലി ഞാൻ എൻ്റെ ഇന്റൻഷൻസ് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇസ് ദാറ്റ് എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കണം. അപ്പം ഞാൻ ആക്ച്വലി ഞാൻ സിനിമയിൽ എത്തിയത് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമകളൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ഇതിനെക്കുറിച്ച് നോളജൊന്നുമില്ല. ഞാൻ അഹമ്മദാബാദിൽ നിന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് കയറുക. എനിക്ക് 2000 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ അവർ ക്യാൻസൽ ചെയ്യും. ഞാൻ പിന്നെയും അങ്ങോട്ട് പോകും. അങ്ങനെ പഠിത്തം വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പനി കയറി. അപ്പോൾ കമ്പനിയിൽ എല്ലാ മാസം 2.5 ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും. ഞാൻ 4 മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് 8 ദിവസത്തെ 10 ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് തിരിച്ചിങ്ങോട്ട് വരാം. ഇത് പിന്നെയും ക്യാൻസലാവും. ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല. ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ല. ബേസിക്കലി ഞാൻ എൻ്റെ ഇന്റൻഷൻസ് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസിലടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു കിക്കുണ്ട്. എനിക്ക് 17 വയസ്സായിരുന്നു. ടുഡേ ഞാൻ 37. എനിക്ക് 20 വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് കരയും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇടിവെട്ട് സിനിമകൾ ചെയ്യണമെന്നാണ്. അത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഷെരീഫിനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി. ഷെരീഫ് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ 14 ഡിഫൻഡറാണ് പോയത്. ഈ 14 ഡിഫൻഡറിൽ 3 ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ 2.5 ലക്ഷം രൂപയാണ് പോകുന്നത്. ഞാൻ ചുമ്മാ പറയാ. പക്ഷേ എൻ്റെ ഭ്രാന്തിന് ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ്, ബ്ലൈൻഡ് കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണലാണ്. ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി. എൻ്റെ വേണ്ടപ്പെട്ടവർ എന്നോട് കുറേ പേര് പറഞ്ഞു, നീ എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത്, യു ഡിൻ കം ദിസ് ഫാർ. ബിക്കോസ് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ചിലപ്പോൾ ആണെങ്കിൽ വൈറ്റിൽ വരെ പോകാം. എൻ്റെ ഒരു ഫ്രണ്ട് അഹമ്മദാബാദിലിരിക്കാം. എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കാണണമെങ്കിൽ 2000 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. അപ്പം എൻ്റെ ലൈഫിൽ സിനിമ മാത്രമായി പോയി കേരളത്തിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് സിനിമേനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു വന്നു. ഐ മീൻ ലൈക്ക് ഞാനിനി അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്കത് മോശം. വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് എനിക്ക് വേറെ ഇതിൽ എന്ന് വെച്ചാൽ ബിക്കോസ് ആൻസറാണെങ്കിലും ഈസ് ഫോർട്ട് ഇൻ ലൈഫ്. അവന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. നമ്മളിതൊന്നും പുറത്തൊന്നും പറയാറില്ല. ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഹൈറ്റും വെയിറ്റും ആരുടെ പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഈസ് ഫൈറ്റിങ് ഇറ്റ്. അപ്പോൾ ആ എഗ്രഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമക്കാർ. അല്ലാതെ ക്യാമ്പയിൻ നടത്താൻ മാത്രം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ക്യാമ്പയിൻ നടത്താൻ എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക. എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുടക്കി പടം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. അത് മാർക്കോയിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കൂടെ നിന്നവർ ഒരുപാട് നന്ദി. എൻ്റെ ടീം, കാസ്റ്റ് ആൻഡ് ക്രൂ. ഹനീഫ് ഇവിടെ ഇല്ല, ഞാൻ അവനെ കെട്ടിപ്പിടിച്ചേനെ. ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹനീഫ് ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണ്. ലൈക്ക് അവൻ ചെയ്യാൻ ആഗ്രഹം ഒരുപാടുണ്ട്. ഇങ്ങനെ ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോൾ ദ വേ ഹി ഹാസ് ഷോട്ട് ഇറ്റ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അനീഫിനൊപ്പം വർക്ക് ചെയ്തത്, ചന്ദ്രു സെൽവരാജിനൊപ്പം. ഞങ്ങൾക്ക് ജയഗണേഷിന് ഇങ്ങനെ ഒരു ഹിറ്റ്, ഇത്ര വലിയ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ വിത്ത് ചന്ദ്രു ഐ വെന്റ് അഹെഡ്. ഓക്കെ, അവന് ടാലൻറ്റഡ് ആണ്. ഈ പറയുന്ന എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ 40 വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സപ്പോർട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഷെരീഫ് ഈ പിക്ചറിൽ വന്നു. അഗെയിൻ ഒരു കുഞ്ഞ് നല്ല സിനിമ ചെയ്യാനാണ് ഷെരീഫ് വന്നത്. ലാൽ സാറിന് ഏറ്റവും സേഫായിട്ട് ഏറ്റവും ലാൽ സാറിൻ്റെ ഒരു മാസ് മാജിക് സിനിമ ചെയ്യാമായിരുന്നു. പക്ഷെ പുള്ളി ചൂസ് ചെയ്ത സബ്ജക്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒരേപോലെ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ XYZ സിനിമ പോലെ മലയാളത്തിലെ സിനിമ വരുന്നില്ല, എന്തുകൊണ്ട് ചെയ്തുകൂടാന്നായി. പിന്നെ എനിക്ക് ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിങ്ങനെ ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ നമ്മളെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ പിന്നെ അത് ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ വിസിലടിക്കുക കേൾക്കുമ്പോൾ നമുക്ക് കിക്കടിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. തമിഴ്നാട്ടിൽ ലോകേഷ് യൂണിവേഴ്സ് എന്ന് പറയുന്ന പോലെ ഹനീഫ് അദേനി മലയാളത്തിൽ കൊണ്ടുവരുന്ന അടുത്തൊരു യൂണിവേഴ്സിൽ തുടക്കം മലയാളത്തിലാണ് എല്ലാം
പൈലറ്റ് കാര്യങ്ങൾ നടക്കുന്നത്. മലയാളത്തിലാണ് എല്ലാം സംഭവിച്ചേക്കുന്നത്. 3D ഇപ്പോൾ ലാൽ സാറിന്റെ 3D പടം വരുന്നുണ്ട്. ഞാൻ വെരി എക്സൈറ്റഡ്. എനിക്ക് എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്, വലിയ ആൾക്കാർ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും, ഈസ് ഡൂയിങ് ഇൻ 3D. അതേപോലെ ഫാമിലീസിന് വേണ്ടിയിട്ടും പുള്ളി ആഗ്രഹിച്ചൊരു സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ ട്രെയിലർ ലോഞ്ചിൽ. ആൻഡ് ഈസ് ഡൂയിങ് ഇറ്റ് 3D. അപ്പോൾ 3D ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. എല്ലാവരും പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് പുള്ളിയൊക്കെ നിൽക്കുന്ന അതേ ഇൻഡസ്ട്രിയിൽ ഒരാഴ്ച കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ലാൽ സാറിന്റെ സ്ഫടികം കണ്ടിട്ടാണ് എനിക്കൊന്ന് സ്ഫടികത്തില് ഇങ്ങനെ മുണ്ടൂരിട്ടൊക്കെ അടിക്കുന്ന സീക്വൻസ് ഒക്കെ കണ്ടിട്ട് ആക്ഷൻ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ആക്ഷൻ സിനിമകളൊക്കെ വരണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, കാറ്റഗറിയാണ്. മാർക്ക് ഒരു 100 കോടിക്ക് മേലെ കയറട്ടെ. എന്തിനാണ് ലിമിറ്റ്? നമ്മളങ്ങനെ ലിമിറ്റ് വെക്കാറില്ല. 100 കോടിക്ക് മേലെ എന്ന് പറഞ്ഞതുകൊണ്ട് താങ്ക് യു സോ മച്ച്.